അങ്ങനെ ജെ അഡ്വാൻസിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. സോ കേരളത്തിലെ ടോപ്പേഴ്സായ എല്ലാ സ്റ്റുഡൻസും നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് നേടിയിരിക്കുന്നത്. സോ കേരള 4th റാങ്ക് നേടിയത് ഗൗതം വാത്യാട് സുരേഷ് ആണ്. 443 ഓൾ ഇന്ത്യ റാങ്ക്. ജെ അഡ്വാൻസിന്റെ ഓൾ ഇന്ത്യ റാങ്ക് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചത്. തൃശ്ശൂർ VU സ്വദേശിയാണ് ഗൗതം വാത്യാട്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ സുരേഷ് വാത്യാട്ടിൻ്റെയും അബീന സുരേഷിൻ്റെയും മകനാണ് ഗൗതം. അദ്ദേഹത്തിൻ്റെ +2 പഠനത്തോടൊപ്പമായിരുന്നു ബ്രില്യൻറ്റിലെ ജെ അഡ്വാൻസിൻ്റെ പരിശീലനം നേടി വന്നത്. +2 പഠിച്ചത് തൃശ്ശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലായിരുന്നു അദ്ദേഹം +2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഉയർന്ന ഒരു മാർക്ക്, മികച്ച വിജയം കരസ്ഥമാക്കിയ ഗൗതത്തിനെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗൗതം നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റാണ്. +1 +2 പഠനത്തോടൊപ്പമായിരുന്നു ഗൗതത്തിൻ്റെ എൻട്രൻസിനുള്ള പരിശീലനവും. അപ്പോൾ ഗൗതത്തിൻ്റെ ഫ്ലാറ്റ് നമ്മുടെ തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ മോനെ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. നല്ലൊരു റാങ്ക് കിട്ടിയ മോൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഐ എം ജസ്റ്റ് വെരി ഹാപ്പി റൈറ്റ് നൗ ബിക്കോസ് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് 11th 12th പിന്നെ റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. എല്ലാവരും എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് പേരൻസ്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അധ്യാപകർ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഡേ ഓഫ് ദ റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. മൈ പാരൻസ് പ്രൗഡ് ഓഫ് മീ, റിലേറ്റീവ്സ് ടെല്ലിങ് മീ കൺഗ്രാജുലേഷൻസ്, യു കുഡ് ഡു ദിസ്. ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. മോൻ്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളിംഗ് ഒക്കെ? ഞാൻ ദുബായ് ആയിരുന്നു. സോ ഞാൻ 8ാം ക്ലാസ് ഇന്ത്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 9ാം ക്ലാസ് ഞാൻ ദേവമാത ജോയിൻ ചെയ്തിട്ട് അവിടെ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നു, ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൗതത്തിൻ്റെ ചേട്ടനും IIT ഇപ്പോൾ അഡ്മിഷൻ നേടി IITയിൽ 3rd ഇയർ പഠിക്കുക അല്ലേ? IIT പഠിക്കുകയാണ്, ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ഗോകുലും നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഗോകുലിൻ്റെ ഒരു പാതയിലേക്കാണോ ഗൗതവും മുമ്പോട്ട് പോകുന്നത്? ആ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നോ? അവൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. ആക്ച്വലി ഹി ടോട്ട് മീ മെനി തിങ്സ്. ഹി ടോൾഡ് മീ വാട്ട് ബുക്സ് സ്റ്റഡി ആൻഡ് ഓൾ ദാറ്റ്. അവനെ കണ്ടിട്ട് ലൈക്ക് ഓക്കെ ഐ ഹാവ് ടു ബീറ്റ് ഹിം ടു. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് കൈൻഡ് ഓഫ് മൈ പുഷിംഗ് ഫോഴ്സ്. അക്കാഡമിക്കലി ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിച്ചൊക്കെ തരാറുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഇറ്റ്സ് ഓൾവേസ് ദേർ ഫോർ മീ, ഇറ്റ്സ് ഓൾവേസ് ബൈ മൈ സൈഡ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോനെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി ഏത് രീതിയിലായിരുന്നു? ഓക്കെ, സോ നമ്മുടെ ബ്രില്യൻറ്റ് നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ നോട്ട്സ് എഴുതാറുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഞാൻ നോട്ട്സ് വായിച്ചിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കും. ബ്രില്യൻറ്റ് കുറേ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ബുക്സ് എടുത്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ സെറ്റായാൽ ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഫുൾ ഇയർ പേപ്പേഴ്സ്. നമ്മൾ ബ്രില്യൻറ്റ് മോഡൽസ് നന്നായിട്ട് ക്വസ്റ്റ്യന് വെറൈറ്റിയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കൂടുതൽ വേറെ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഈ +1 +2നോടൊപ്പം തന്നെ എൻട്രൻസിനുമുള്ള ഒരു പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? അത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒന്നിച്ച് കൊണ്ടുപോയില്ലേ? അത് എങ്ങനെയായിരുന്നു? അത് കുറച്ച് പാടായിരുന്നു സ്കൂളും ഇത് രണ്ടും കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തു. അവർ വർക്ക് ലോഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സമയം സ്കൂളിന് അലോട്ട് ചെയ്തു, ബ്രില്യൻറ്റിന് കുറച്ച് സമയം അലോട്ട് ചെയ്തു. അപ്പോൾ ഷെഡ്യൂൾ കൂളായിട്ട് ചെയ്തില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൗതത്തിന് ഈ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോബീസ് എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നോ? ഹോബീസ് എനിക്ക് ക്യൂബിങ്ങും ചെസ്സസ് ആണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ ഞാൻ മുമ്പ് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടായിരുന്നു താഴെ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇഷ്ടമാണ്. ഓക്കെ, അതിലും ഏത് ടൈപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു മോന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രില്യൻറ്റ് തന്നെ? ബ്രില്യൻറ്റ് എന്നത് റെസനൻസും നമ്മുടെ ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. റെസനൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലേണിംഗ് ആപ്പ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറേയാണ്. നമുക്ക് ടെസ്റ്റ് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻ വേണം, ഏത് ലെവൽ ക്വസ്റ്റ്യൻ വേണം. നല്ലതായിരുന്നു.